ഇനി പോൺ സൈറ്റുകളും അക്രമാസക്തമായ മറ്റുള്ളടക്കങ്ങളും കാണണമെങ്കിൽ ഉപഭോക്താക്കൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. വെറുതെ വയസ്സ് രേഖപ്പെടുത്തിയാൽ പോരാ കേട്ടോ, അത് കർശനമായി പരിശോധിക്കുകയും ചെയ്യും. ബ്രിട്ടനിലെ ഓക്കോമിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 8നും 14നും ഇടയിലുള്ള കുട്ടികളിൽ ഏകദേശം 8% പേർ ഒരു മാസത്തിനുള്ളിൽ പോൺ സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടത്രേ. കൂടാതെ 64% കുട്ടികളും 13 വയസ്സിലാണ് ആദ്യമായി പോൺ കാണുന്നത്. 79% കുട്ടികളും 18 വയസ്സിന് മുമ്പ് അക്രമാസക്തമായ പോൺ വീഡിയോകൾ കാണാനിടയുണ്ടെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് അഡൾട്ട് സൈറ്റുകളിൽ മാത്രമല്ല, എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കുട്ടികൾ പോണോഗ്രാഫി കാണാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിൽ ഇത് ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത്. പ്രായം ഉറപ്പുവരുത്താൻ കർശനമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന പ്രത്യേകത. പക്സോണ പോലുള്ള തേർഡ് പാർട്ടി സർവീസുകൾ ഉപയോഗിച്ചുള്ള ഫേസ് സ്കാൻ, തിരിച്ചറിയൽ രേഖകൾ അപ്ലോഡ് ചെയ്യൽ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന എന്നിവ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ID കാണിക്കുന്നത് പോലെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഓൺലൈനിൽ കാണിക്കാനും ആവശ്യപ്പെട്ടേക്കാം. ഈ നിയമം സ്വകാര്യതയ്ക്ക് ഭീഷണിയാകുമോ എന്ന് പലർക്കും ആശങ്കയുണ്ട്. എന്നാൽ അഡൽട്ട് വെബ്സൈറ്റുകൾ സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കില്ലെന്നും പ്രായപൂർത്തിയായോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതാണ് റിപ്പോർട്ടുകൾ. പോൺ ഹബ്ബ്, എക്സ്, റെഡിറ്റ് തുടങ്ങിയ വലിയ വെബ്സൈറ്റുകൾ ഈ നിയമം പാലിക്കുന്നുവെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് അവരുടെ ആഗോള വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ ഓങ്കോമിന് അധികാരമുണ്ട്. എങ്കിലും VPN പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് ഈ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് ഓങ്കോം സമ്മതിക്കുന്നുമുണ്ട്. അതിനാൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയും ബോധവൽക്കരണവും ഇവിടെയും നിർണായകമാണ്. ബ്രിട്ടൻ നടപ്പിലാക്കിയ ഈ നിയമം ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാണെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലും സമാനമായ നിയമങ്ങൾ ഉടനെ വന്നേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. പൊതുജന താൽപര്യാർത്ഥം ആഗ്രാകൃഷ്ണ.